കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധന്മാരിൽ അഗ്രഗണ്യയായ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വിശുദ്ധയായ കന്യാമർത്തോറിയാം അമ്മയുടെ സ്വർഗാരോഹണ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 15 ദിവസത്തെ നോമ്പിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നല്ല നിലം തിരഞ്ഞെടുത്തതുപോലെ ദൈവം തമ്പുരാൻ വിശുദ്ധയായ ഈ കന്യകയെ തിരഞ്ഞെടുക്കുകയും അവളുടെ ഉദരത്തിൽ വസിക്കുകയും അവളിലൂടെ നാമുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ നമുക്ക് ധ്യാനിക്കാം. എത്രമാത്രം താഴ്മയും വിനയവുമായിരുന്നു ദൈവോത്തരണ മാതാവ് എന്ന സ്ഥാനം ലഭിച്ചിട്ടും ആ പ്രിയ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ആ അമ്മയുടെ താഴ്മയും വിനയവും വിശുദ്ധിയും എല്ലാം ഉൾക്കൊള്ളുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ. 1928 ലോകമഹായുദ്ധകാലത്ത് നാസികളുടെ തടങ്കൽ പാളയത്തിൽ പീഡിപ്പിക്കപ്പെട്ടയാളായിരുന്നു എലി വിസൽ. യഹൂദനായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം നാസികളുടെ മർദ്ദനത്തിനിരയായ അദ്ദേഹം തടങ്കൽ പാളയത്തിൽ വെച്ചുണ്ടായ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ എല്ലുമുറിയെ പണിയെടുത്തിരുന്ന ആ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേരെ ഒരു ദിവസം നാസി ഭീകരർ തൂക്കിലേറ്റുകയുണ്ടായി. മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട അവരിൽ ഒരാൾ ഒരു ബാലനായിരുന്നു. നിസ്സഹായനായ നിരപരാധിയായ ആ ബാലന്റെ കഴുത്തിൽ കയറുപിരി മുറുക്കിയപ്പോൾ ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ നിർബന്ധിക്കപ്പെട്ട വിസലിനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന അദ്ദേഹം കേട്ടു, എവിടെയാണ് ദൈവം? പ്രിയമുള്ളവരെ, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ യേശു തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിൽ സംശയം വേണ്ട. ഡമാസ്കസിലുള്ള യേശുവിന്റെ അനുയായികളെ പീഡിപ്പിക്കാൻ പോകുന്ന വഴി ശൗലെന്നറിയപ്പെട്ടിരുന്ന പൗലോസിന് യേശു പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചതും, ശൗലേ ശൗലേ, നീ എന്തുകൊണ്ടാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് തന്നെയാണ്. നമ്മളുമായി അവിടുന്ന് അത്രയേറെ താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിച്ചപ്പോഴായിരുന്നു ദൈവപുത്രനായ യേശു നമ്മോടുള്ള താതാത്മ്യം പ്രാപിക്കലിന്റെ തുടക്കമിട്ടത്. താതാത്മ്യം പ്രാപിക്കലിന്റെ പൂർത്തീകരണമായിരുന്നു അവിടുത്തെ സഹനവും കാൽവറിയിലെ കുരിശുമരണവും. യേശു സഹിച്ചതും കാൽവറിയിൽ ക്രൂശിലേറ്റപ്പെട്ടതും നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ പാപഭാരം അവിടുന്ന് സ്വന്തം ചുമലിൽ ഏറ്റി നമുക്ക് പാപമോചനവും നവജീവനും നൽകാൻ അവിടുന്ന് സ്വന്തം ജീവൻ ബലിയായി സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത അവിടുന്ന് ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വേദനയിൽ ഇപ്പോഴും പങ്കുപറ്റുകയും നമ്മുടെ സങ്കട നിമിഷങ്ങളിൽ എപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ചില വിഷമഘട്ടങ്ങളിലൊക്കെ എവിടെയാണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ നിങ്ങളുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്ന ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. ആ ദൈവത്തെ സ്നേഹപൂർവ്വം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അങ്ങനെ യേശുവിൽ നിന്ന് വേദനകൾക്ക് ആശ്വാസവും പാപങ്ങൾക്ക് മോചനവും ഏറ്റവും സന്തോഷവും നമുക്ക് സ്വീകരിപ്പാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോർ എപ്പിസ്കോപ്പ അച്ഛൻ.